ഗൈസ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ ചെയ്യാണ്ടായിട്ടുള്ള പ്രധാന കാരണങ്ങൾ ചിലതുണ്ട്. ഒന്നാമത്തെ ഒരു കാര്യം, ഞാൻ പലയിടത്തും ഇപ്പം നമുക്ക് റൈറ്റ് വിങ്ങർ വേണം, റൈറ്റ് ബാക്ക് വേണം എന്നുള്ള കാര്യങ്ങൾ നിരന്തരം പറയുന്നുണ്ട്. അതിൻ്റെ കുറച്ചും കൂടി ഒരു എക്സ്പ്ലെയിൻ ചെയ്തൊരു കാര്യം പറയാമെന്ന് വിചാരിച്ചു. ഞാൻ മുമ്പ് വേറെ തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി ഈ ഒരു കാര്യത്തിൽ പറയാമെന്ന് വിചാരിച്ചു. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്ന് മറ്റേ മഞ്ഞപ്പടയുടെ ഒരു പോസ്റ്റിൻ്റെ അടിയിൽ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് മഞ്ഞപ്പടയുടെ പോസ്റ്റ് നമുക്ക് സ്ട്രൈക്കർ എവിടെ, അതുപോലെ നമ്മുടെ ട്രെയിനിങ് ഫെസിലിറ്റി എവിടെ, ഇനി ലെസ് ദാൻ 1 മന്തൊക്കെ ഉള്ളൂ എന്നുള്ളതാണ്. സോ അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു കമൻറ്റ് ഇടുന്നു, നമുക്ക് റൈറ്റ് വിങ്ങും റൈറ്റ് ബാക്കും വേണമെന്നൊക്കെ. അതൊരു വിഷമത്തിൻ്റെ പുറത്തിട്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സ്ട്രൈക്കറും എന്താണെങ്കിലും വരും, ഫോറിൻ സ്ട്രൈക്കർ. അതൊരു കാര്യത്തിൽ സംശയമില്ല. ലേറ്റാണെങ്കിലും അതിന് പ്രശ്നങ്ങളുണ്ട്, പക്ഷേ വരും. അതുപോലെ തന്നെ നമ്മുടെ ട്രെയിനിങ് ഗ്രൗണ്ടിൻ്റെ കാര്യത്തിലും തീരുമാനമൊക്കെ ആകും, അല്ലെങ്കിൽ നമ്മുടെ ഫിക്ചേഴ്സ് എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പരിപാടികളൊക്കെ വരുമായിരിക്കും. എന്താണെങ്കിലും പക്ഷേ നമുക്ക് ഈ പറഞ്ഞ പോലത്തെ റൈറ്റ് വിങ്ങർ എന്ന് പറയുന്നൊരു പൊസിഷൻ, അതിൻ്റെ ഒരു ആവശ്യകതയാണ് ഏറ്റവും പ്രധാനമായിട്ടും ഞാൻ പറയുന്നത്. കാരണം റൈറ്റ് ബാക്കിൽ നമുക്കൊരു ബാക്കപ്പ് ഓപ്ഷനാണ് പ്രധാനമായിട്ടും വേണ്ടത്. പക്ഷേ റൈറ്റ് വിങ്ങിൽ ഒരു ഫസ്റ്റ് ചോയ്സ് ആയിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ വേണമെന്നുള്ളൊരു കാര്യം ഇതൊരു 2 മാസം മുമ്പ് തൊട്ടേ പറയാൻ തുടങ്ങിയാണ്. അതിൻ്റെ ഒരു റീസൺസും പറയാം. അപ്പം ഇന്ന് തന്നെ ഇപ്പം എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, നമുക്ക് റൈറ്റ് വിങ്ങിൽ കളിക്കാൻ രാഹുലും സൗരവും ഓപ്ഷനായിട്ടുണ്ടല്ലോ, അവർ പോരെ എന്നുള്ളൊരു കാര്യം. സോ നമുക്ക് രാഹുലും സൗരവും ഉണ്ട്, പക്ഷേ ഇവരുടെ പെർഫോമൻസ് ഇപ്പം നമുക്ക് ലാസ്റ്റ് സീസണിൽ തന്നെ കാര്യങ്ങൾ നോക്കാം. ഒരു അറ്റാക്കിംഗ് പ്ലേയേഴ്സ് ആണല്ലോ, റൈറ്റ് വിങ് ഫോർവേഡ്സ് ആയിട്ട് കളിക്കുന്ന പ്ലേയേഴ്സ് ആണല്ലോ. അപ്പം രാഹുൽ KP ലാസ്റ്റ് സീസണിൽ 949 മിനിറ്റാണ് കളിച്ചത്. ഗോളുകളൊന്നും അടിച്ചിട്ടില്ല, ഒരു അസിസ്റ്റാണ് ആകെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതൊരു ബാഡ് സ്റ്റാറ്റ് തന്നെയാണ്. പെർഫോമൻസ് വൈസും അദ്ദേഹം കഴിഞ്ഞ സീസണിൽ അത്ര മികച്ചതല്ലായിരുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇനി സൗരവ് മോണ്ടലിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, അദ്ദേഹം ഇഞ്ചറിയൊക്കെ ആയിട്ട് അവസാന ഒരു ടൈം ആയപ്പോഴാണ് വന്നത്. അദ്ദേഹം 318 മിനിറ്റ് കളിച്ചിട്ട് ഗോളുകളൊന്നുമില്ല, 2 അസിസ്റ്റാണുള്ളത്. അത് ഇപ്പം അസിസ്റ്റ് 2 ആണെങ്കിലും അദ്ദേഹം അത്യാവശ്യം നന്നായിട്ടൊക്കെ പെർഫോം ചെയ്തിരുന്നു. ലാസ്റ്റ് സീസൺ നോക്കിക്കഴിഞ്ഞാൽ മോർ അസിസ്റ്റ് ഡിസേർവും ചെയ്തിരുന്നു എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ചിലർക്ക് ചോദിക്കും, ഒരു സീസണിൻ്റെ ഒരു പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നമുക്കിങ്ങനെ വിലയിരുത്താൻ പറ്റുമോ? നമുക്ക് ഒരു സീസൺ കൂടി പുറന്നോട്ട് പോകാം. രാഹുൽ KPയുടെ അതിന് തൊട്ട് മുമ്പത്തെ സീസൺ, അതായത് 2022-23 സീസൺ നോക്കിക്കഴിഞ്ഞാൽ 1413 മിനിറ്റാണ് കളിച്ചത്. അതായത് കഴിഞ്ഞ വർഷം കളിച്ചതിനേക്കാൾ കൂടുതൽ മിനിറ്റ്സ് കളിച്ചിട്ടുണ്ട് എന്നുള്ള മനസ്സിലാകും. അദ്ദേഹം 2 ഗോളും 1 അസിസ്റ്റുമാണ്. ഇതും നോക്കുമ്പോഴത്തേക്കും ഒരു ഡീസൻറ്റ് സ്റ്റാറ്റോ അതിൽ താഴെ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഒരു ഗ്രേറ്റ് സ്റ്റാറ്റായിട്ട് പറയാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ അദ്ദേഹം ഡിഫൻസീവ് വൈസൊക്കെ ആ സീസണിൽ അത്യാവശ്യം നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നു. ഫസ്റ്റ് ഫേസ് ഓഫ് ISL അദ്ദേഹം നന്നായിട്ടൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ നമ്പർ വരുന്നില്ല എന്നുള്ളൊരു ഫാക്ടറാണ്. സൗരവിൻ്റെ കാര്യം എടുത്തുമ്പോൾ ഒരു അസിസ്റ്റോ മറ്റോ ആയിരുന്നു ആ സീസണിൽ ISL അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പം ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കഴിഞ്ഞ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് റൈറ്റ് വിങ്ങർ വേണമെന്നുള്ളൊരു വാദം ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം ആ സീസണിൽ അദ്ദേഹം അത്യാവശ്യം ഡീസൻ്റായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്പേഴ്സ് വന്നിട്ടില്ല എന്നുള്ളൊരു ഫാക്ടറാണ്. കാരണം ഡിഫൻസീവ് വൈസൊക്കെ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് സീസണിലേക്ക് വരുമ്പോൾ ആ കാര്യത്തിൽ ഒരു പ്രശ്നം വന്നു. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് സീസൺസിൽ ഒരു പ്രശ്നം വരുന്നത് കൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ ഒരു അഡീഷൻ വേണമെന്നുള്ളൊരു കാര്യം വീണ്ടും വീണ്ടും ആ ഒരു ആഗ്രഹം തോന്നുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും എടുത്തു പറയുന്നു, നമുക്ക് റൈറ്റ് വിങ്ങിൽ ഒരു ഫസ്റ്റ് ചോയ്സ് ആയിട്ടുള്ള ഒരു പ്ലെയറെ വേണം. ഇനി അത് കിട്ടുമോ എന്നുള്ളത് അറിയത്തില്ല. നമ്മുടെ ലെഫ്റ്റ് അത്യാവശ്യം സ്ട്രോങ് ആണ്, പക്ഷേ അവിടെ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടാവുകയോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങൾ വരികയോ ചെയ്താൽ നമ്മൾ എന്താകും റൈറ്റിലുള്ളൊരു പ്ലാൻ? അത് ഒരു പ്രശ്നമാണ് റൈറ്റിൽ. ഇപ്പം റൈറ്റിൽ എന്നാൽ ലെഫ്റ്റിൽ കളിക്കുന്ന ഐമാനെ എടുത്തിടാം, ലെഫ്റ്റിൽ കളിക്കുന്ന അമ്മാവി എടുത്തിടാം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഐമാൻ ആക്ച്വലി ബേസിക്കലി ആ ഒരു ലെഫ്റ്റ് സൈഡിൽ കളിച്ച ആ ഒരു ഇൻസ്റ്റൻ്റ് ഉള്ളൊരു പ്ലെയറാണ്. അദ്ദേഹത്തെ റൈറ്റിലേക്ക് കളിപ്പിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം നാച്ചുറലായിട്ട് കളിക്കുന്ന പൊസിഷനിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് ചോയ്സിൽ എപ്പോഴും ആ ഒരു പ്രോപ്പർ പൊസിഷനിൽ കളിക്കുന്ന ഒരു പ്ലെയർ തന്നെയല്ലേ ആവശ്യം എന്നുള്ളതാണ് ഒരു ചോദ്യം. ഇപ്പം അമ്മാവിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ഞാൻ അദ്ദേഹത്തിൻ്റെ മാച്ചസ് കണ്ടിട്ടുണ്ട്, വീഡിയോസ് അല്ലാണ്ടുള്ളതും കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ അദ്ദേഹം ഒരു ലെഫ്റ്റ് സൈഡ് പ്ലെയറായിട്ടാണ് കൂടുതലും കളിക്കുന്നത് കണ്ടിട്ടുള്ളത്. അദ്ദേഹം ഒരു ഗ്രേറ്റ് ടാലൻ്റ് ആണെന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല. പല ക്ലബ്ബുകളും സൈൻ ചെയ്യാനൊക്കെ ആഗ്രഹിച്ചിരുന്ന പ്ലെയറാണ്. അദ്ദേഹത്തിന് കിട്ടി എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഈ പറയുന്നൊരു ഫാക്ടർ അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പലരും പറയുന്നൊരു കാര്യമാണ്, നമുക്ക് ഒരു മിഡ്ഫീൽഡും കൂടി ഒരു പ്ലെയർ വേണം ജിക്സന് പകരം എന്നുള്ളത്. പക്ഷേ ഞാൻ അത്ര ഇത് പറയുന്നില്ല. ഒരു ഐ ലീഗിൽ നിന്നെങ്കിലും നമുക്കൊരു ഓപ്ഷൻ എന്ന നിലയിൽ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ വന്നാൽ നല്ലതാണ്. പക്ഷേ അതിനേക്കാൾ റൈറ്റ് വിങ്ങറുടെ കാര്യം പറയുന്നത്, നമുക്ക് അവിടെ ഫസ്റ്റ് ചോയ്സ് ആയിട്ട് തന്നെയാണ് പ്ലെയർ വേണ്ടതെന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡിഫൻസീവ് മിഡ്ഫീൽഡ് നോക്കിക്കഴിഞ്ഞാൽ ഫ്രെഡി ആയിരിക്കും ഫസ്റ്റ് ഓപ്ഷൻ. അസർ ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് തന്നെ കളിക്കുന്നൊരു പ്ലെയറാണ്. ലാസ്റ്റ് സീസണിൽ ആ ഒരു അവൈലബിലിറ്റി പ്രശ്നങ്ങളൊക്കെ വന്നപ്പം അദ്ദേഹം അവിടെ കളിച്ചിട്ടുണ്ട് ഡീസൻ്റായിട്ട് തന്നെ. പിന്നെ വിപിനും ആ പൊസിഷനിൽ മാനേജ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലെയറാണ്. പിന്നെ കൊയ്ഫ് അത്യാവശ്യം DM കളിക്കുന്നൊരു പ്ലെയറാണ്. സോ ഞാനിത് പറഞ്ഞ പോലെ ഒരു മിഡ് ടേബിൾ ക്ലബിൻ്റെ ഒരു ഫാൻ എന്നൊരു പെർസ്പെക്റ്റീവ് പോലെയാണ് ഇത് പറയുന്നത്, എനിക്കറിയാം. ബട്ട് അതാണ് ഒരു വസ്തുത എന്നുള്ളത് മനസ്സിലാക്കുക. സോ
ഏറ്റവും അതുകൊണ്ട് തന്നെ ആവശ്യമായിട്ട് തോന്നുന്നത് ഒരു റൈറ്റ് ടു വിങ് ഉള്ളൊരു പ്ലെയറാണ്. കാരണം അവിടെ നമുക്കൊരു ഫസ്റ്റ് ചോയ്സിൽ ഒരു ഒരു എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറുടെ ഒരു ആവശ്യകത എന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്നത് പോലെ ഇടയ്ക്ക് വെച്ച് നമ്മൾ തന്നെ ന്യായങ്ങൾ കണ്ടെത്തണം, ഇഞ്ചുറി എന്നോ അല്ലെങ്കിൽ നമുക്ക് അവിടെ കളിക്കാൻ പ്ലെയർ ഇല്ലെന്നോ എന്നുള്ളതൊക്കെ. സോ ആ ഒരു കാര്യങ്ങൾ നിരന്തരം പല സീസണുകളിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു കാര്യങ്ങൾ വീണ്ടും വീണ്ടും എടുത്തു പറയേണ്ടി വരുന്നത്. അത് ആക്ച്വലി ഒരു ദയനീയ അവസ്ഥ തന്നെയാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തെറ്റായിരിക്കാം. ചിലപ്പം എന്താ പറയുക, നമ്മളെക്കാളിലും ഫുട്ബോൾ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകളൊക്കെയാണല്ലോ ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അങ്ങനത്തെ കമൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. ശരിയാണ്, ഞാൻ നിങ്ങളെപ്പോലെയൊക്കെ തന്നെ ഒരു സാധാരണ ഫുട്ബോൾ ആരാധകനാണ്, ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകനാണ്. പിന്നെ എനിക്കൊരു മീഡിയ ഉണ്ട്, ഞാനത് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് ഒരു വ്യത്യാസമായിട്ട് കാണേണ്ടത്. സോ ഫുട്ബോൾ ഇത്രയും നാൾ കണ്ടിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസിൻ്റെ പുറത്ത് മാത്രം തന്നെയാണ് പറയുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് തെളിയട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇത്രയൊക്കെ ഞാൻ പറയുന്നുണ്ടെങ്കിൽ, കാരണം ഞാൻ ഈ പറയുന്നത് ശരിയാകട്ടെ, നമ്മുടെ ക്ലബ്ബ് ഈ സീസണിൽ തൊലഞ്ഞു പോട്ടെ എന്നൊന്നും ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഈ പറഞ്ഞൊക്കെ തെറ്റാകട്ടെ, ക്ലബ്ബ് നല്ല രീതിയിൽ പെർഫോം ചെയ്യട്ടെ, ലെഫ്റ്റ് വിങ്ങിൽ കളിക്കുന്നവർ റൈറ്റ് വിങ് കളിച്ച് നന്നായിട്ട് പെർഫോം ചെയ്ത് ഞാൻ പറയുന്നത് ശരിയാകുന്നതിനേക്കാൾ എന്നെ കൂടുതൽ ഹാപ്പി ആക്കുന്നത് നമ്മുടെ ടീം ട്രോഫീസൊക്കെ വിൻ ചെയ്യുമ്പോൾ തന്നെ ആയിരിക്കും. അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ കൺസേൺസ് അത് പറയാതെ വയ്യല്ലോ, അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും വിലപ്പെട്ടതാണ്. അത് കമൻസിൽ എഴുതാൻ പരിപാടിയാണ്.